ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ മറ്റൊരു വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്ന് സനായുടെ ബർത്ത്ഡേ ആയിരുന്നു. സോ ഞങ്ങൾ ഒന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അടിച്ച് പൊളിക്കാൻ കരുതി വന്നതാണ്. ഇതും ചെന്നൈ അണ്ണാനഗറിലെ മറ്റൊരു റെസ്റ്റോറൻറ്റാണ്, ടി വില്ല പറഞ്ഞിട്ട്. ഞങ്ങൾ ചെന്നോട്ടൻ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇതിനെപ്പറ്റി കുറച്ച് പറയാനായിട്ട് തന്നെയുണ്ട് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് സൂപ്പ് ഓർഡർ ചെയ്തു. കുറേ നേരം വെയിറ്റ് ചെയ്ത് സൂപ്പൊക്കെ വന്നു. ആക്ച്വലി കസ്റ്റമർ സർവീസ് വളരെ മോശമായിട്ടാണ് പേഴ്സണലി ഫീൽ ആയത്. കാരണം ചേച്ചിയും ചേട്ടനും ദീപവും മമ്മിയൊക്കെ തന്നെയാണ് എല്ലാം സെർവ് ചെയ്തത്. സെർവ് ചെയ്യാൻ ആളെ വിളിച്ചിട്ട് പോലും ആരും വന്നില്ല. ഈവൻ വെള്ളം ചോദിച്ചിട്ട് കൂടി കൊണ്ടുവന്നില്ല. സോ കസ്റ്റമർ സർവീസിനെ പറ്റി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലയിൻറ്റ്സ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫുഡും എല്ലാം ഭയങ്കര ആവറേജ് ആയിരുന്നു. ഭയങ്കര ഫ്ലേവർഫുള്ളൊന്നും ആയിരുന്നില്ല അവരുടെ എല്ലാ ഫുഡും. ഓക്കെ ഭയങ്കര ഓക്കെ ജസ്റ്റ് ഒരു സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് പോയാൽ മതി, സ്വന്തമായിട്ട് സെർവ് ചെയ്യാൻ കഴിവുള്ളവർ. ഞങ്ങൾ അത്യാവശ്യം മെനുവിലുണ്ടായിരുന്ന നല്ല ഐറ്റംസൊക്കെ വാങ്ങി. പനീർ, മഷ്റൂം, പിന്നെ ആ ഒരു ബോക്സ് മനസ്സില്ല സംഭവത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു പൊട്ടറ്റോ ഉണ്ടായിരുന്നു. അത് മാത്രമേ ഇവിടെ ആക്ച്വലി നന്നായിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പൊട്ടറ്റോ ഫ്രൈഡ് ടൈപ്പ് സംതിങ് ഈ ബ്ലാക്ക് സംഭവത്തിലിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സർവീസിൻ്റെ കാര്യത്തിൽ, ഇതാണ് അവരുടെ സിഗ്നേച്ചർ ഡിഷ്. ഞാൻ ഇതാണ് ഫസ്റ്റ് കാണിച്ചിരുന്നത്. ഇതൊരു സിംഗപ്പൂർ നൂഡിൽസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്. ഇത് ആക്ച്വലി ഒരു കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളുമായിരുന്നു. വാങ്ങിയ പാപത്തിന് കഴിക്കുക എന്ന് പറയില്ലേ, അതാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കി. ഇത് അവളുടെ ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റാണ്. സോ അവർ അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കി. ഫ്രണ്ട്സ് ഒരു ക്യാറ്റ് വാക്കൊക്കെ നടത്തി. അതോടെ ഞങ്ങളുടെ അന്നത്തെ പരിപാടി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.